ഷഫീദ് വൈദ്യപരിശോധന പൂർത്തിയാക്കി കൊല്ലത്തെ കൊണ്ടുപോവുകയാണ്. റിമാൻഡ് റിപ്പോർട്ട് നിർണായകമാണ്, പ്രധാനമാണ്. ഷഫീദ്, അഷ്മി, ഉറപ്പായിട്ടും മണിക്കൂറുകൾ നീണ്ട നാടകീയ സംഭവങ്ങൾക്കൊടുവിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധനയും പൂർത്തിയാക്കി തന്ത്രി കണ്ഠരര് രാജീവരെയും കൊണ്ട് അന്വേഷണ സംഘം SIT കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ പലയാവർത്തി സൂചിപ്പിച്ചതുപോലെ തന്ത്രിയുടെ പേര് ആദ്യമായിട്ടല്ല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ആ പേരിന് കാര്യമായിട്ടുള്ള പ്രസക്തിയുണ്ട്, അതിൽ സംശയങ്ങളുണ്ടെന്ന് SIT പറഞ്ഞതാണ്. പക്ഷേ പ്രോപ്പർ എവിഡൻസ് കളക്ഷൻ, അതല്ലെങ്കിൽ കോൺക്രീറ്റ് എവിഡൻസ് കളക്ഷൻ ഇല്ലാതെ തന്ത്രിയിലേക്ക് പോകില്ല എന്ന് SIT അന്നേ പറഞ്ഞതെന്നുമാണ്. സ്വാഭാവികമായും അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമാണ് അന്വേഷണ സംഘം പ്രധാനമായും നടത്തിയ ഒരു നീക്കം. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ യാത്രാ വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ചത്. മാത്രമല്ല ചെന്നൈ ബാംഗ്ലൂർ യാത്രകളിൽ എന്തെങ്കിലും ദുരൂഹ ഇടപാടുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ഡയറക്റ്റ് ബന്ധമുണ്ടോ, കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ, സംസ്ഥാനത്തിന് പുറത്തു വെച്ച് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അതിങ്ങനെ ഉയരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം നമുക്കറിയാം. ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവരുന്നത് തന്നെ തന്ത്രിയുടെ ഇടപെടലുകളാണ്. 2019 മുൻപേ ഈ സ്വർണ്ണപ്പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നതിന് മുൻപേ പലതരത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇവർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും വ്യക്തമാണ്. അത് തെളിയിക്കുന്ന തെളിവുകൾ, മൊഴികൾ ജീവനക്കാരിൽ നടക്കം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുമുണ്ട്, ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതിനപ്പുറത്തേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മറ്റു ഫാക്ടേഴ്സുമായി തന്ത്രിക്ക് എന്താണ് ബന്ധം ഉള്ളതാണ്. 2019 ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അതേപോലെ കട്ടിടപ്പടിയിലെ സ്വർണ്ണപ്പാളികളും ഇളക്കിക്കൊണ്ടു പോകാൻ അതിന്റെ ആദ്യ നീക്കം നടത്തുന്നത് തന്ത്രിയാണ്. തന്ത്രി നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പിന്നീട് ഫോർവേഡ് ചെയ്യുന്നത്, ദേവസ്വം ബോർഡ് യോഗത്തിലെത്തുന്നത്, ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ആകുന്നത്, അതിനുശേഷം ഉത്തരവിറങ്ങുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ആ പാളികൾ കൊടുത്തുവിടുന്നതും. അപ്പോൾ സ്വാഭാവികമായും ആ ക്രൈമിന്റെ ആദ്യ ഓക്കറൻസ്, ആ ക്രൈം ആദ്യം സംഭവിച്ചിരിക്കുന്ന സ്ഥലം, അതിന്റെ നീക്കം നടന്നിരിക്കുന്നത് ആ തന്ത്രിയാണ്. പിന്നെ തന്ത്രിക്ക് എങ്ങനെ കോൺസ്പിറസിയിൽ പങ്കില്ല എന്ന് പറയാൻ കഴിയും എന്നുള്ളതാണ് ഇതുവരെയുള്ള ചോദ്യം ചെയ്യലിൽ നമുക്കറിയാം. പത്മകുമാർ, എൻ വാസു അടക്കമുള്ള ആളുകളുടെ ചോദ്യം ചെയ്യലിൽ വ്യക്തമായ ഒരു ഉത്തരം. എനിക്ക് തോന്നുന്നു ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഡിസംബർ ആണോ നവംബർ ആദ്യം എന്തോ ഈ രാജീവരുടെ മൊഴി എടുത്താണ് SIT ഒരിക്കൽ, അല്ലേ എന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്, ഈ പറഞ്ഞ ദേവസ്വം ബോർഡ് അപേക്ഷിച്ചപ്പോൾ അനുമതി നൽകി, അന്ന് ഭഗവാൻ അനുഗ്രഹം നൽകുകയാണ് ചെയ്തത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണ അങ്കിയുടെ നിറം മങ്ങിയതിനാൽ അത് നവീകരിക്കാം എന്ന അനുമതിയിൽ പറഞ്ഞു. അതിനു മുമ്പ് പറഞ്ഞത് എന്താണ്, ഈ ക്ഷേത്രത്തിലെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ഒക്കെ ചുമതല ദേവസ്വം ബോർഡിനാണ്. പാളികളുടെ അറ്റകുറ്റപ്പണികളെ ദേവസ്വം ഉദ്യോഗസ്ഥർ സമീപിച്ചു എന്നാണ് ഇദ്ദേഹത്തിന് നേരത്തെയുള്ള മൊഴി. അപ്പോൾ അനുമതി അങ്ങനെ സമീപിച്ചപ്പോൾ ഞാൻ അനുമതി നൽകാതെ മറ്റെന്ത് ചെയ്യാനാണ് എന്ന വാക്കുകൾക്കിടയിലുള്ള നിസ്സംഗതയും അദ്ദേഹം വന്ന്, അല്ലെങ്കിൽ നിസ്സഹായതയും അദ്ദേഹം വന്ന് പ്രതികരണത്തിൽ തന്നെ പ്രകടിപ്പിച്ചതുമാണ്. ആ നിസ്സഹായതയൊന്നും അല്ല യഥാർത്ഥത്തിൽ എന്നുള്ളതാണോ SITയുടെ വിലയിരുത്തൽ? ഷഫീദ്, അഷ്മി, ഉറപ്പായിട്ടും. അതായത് ചെങ്ങന്നൂരിൽ വെച്ചാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വീട്ടിലെത്തിയ SIT സംഘം തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞത്, വിശ്വാസ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ, ആചാരലംഘനമില്ലെങ്കിൽ സാധാരണഗതിയിൽ ശബരിമലയിൽ ഇത്തരം കാര്യങ്ങൾ നിർമ്മാണ പ്രവൃത്തികൾക്കായി അല്ലെങ്കിൽ മെയിൻ്റനൻസ് പ്രവൃത്തികൾക്കായി കൊണ്ടുപോകാറൊക്കെയുണ്ട്. അതിനുവേണ്ടി അനുമതികൾ, അതിനുവേണ്ടിയിട്ടുള്ള കൃത്യമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം തനിക്കറിയില്ല. സാധാരണഗതിയിൽ പാളികൾക്ക് അങ്ങനെ മങ്ങലേൽക്കുമ്പോൾ, പാളികൾക്ക് അങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ മാത്രം കൊടുക്കേണ്ട സാധാരണ ഇടപെടൽ മാത്രമാണ് താൻ നടത്തിയെന്നുള്ളതാണ്. പക്ഷേ ആ ഇടപെടൽ സാധാരണമാണെന്ന് SIT കരുതുന്നില്ല. ഇടപെടൽ അസ്വാഭാവികമാണ്, അസാധാരണമാണെന്ന് ഇപ്പോൾ ഈ അറസ്റ്റിലൂടെ വ്യക്തമാണ്. മാത്രമല്ല തന്ത്രി എന്ന് പറഞ്ഞ നിഷ്കളങ്കമായ മറുപടികൾ അതൊരു തരത്തിലും SITക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അത് മുരാരി ബാബു മുതൽ പത്മകുമാർ വരെ നീണ്ട അറസ്റ്റ്, ജയശ്രീ എന്ന് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥരുടെ 2 ദിവസമുള്ള ചോദ്യം ചെയ്യൽ, ഇതടക്കമുള്ള കാര്യങ്ങൾ തന്ത്രിയിലേക്കും വിരൽ ചൂണ്ടിയെന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല പത്മകുമാർ, KP ശങ്കരദാസ്, N വിജയകുമാർ ഇവരുടെ മൊഴികളും തന്ത്രിക്ക് എതിരായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവരുടെ 3 പേരുടെ മൊഴികളിലും തന്ത്രിക്ക് ഇക്കാര്യത്തിലെ ഇൻവോൾവ്മെന്റ് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം, അല്ലെങ്കിൽ സംശയലേശമന്യേ തന്ത്രിയെ ഒഴിവാക്കാൻ കഴിയുന്ന മൊഴികൾ ഇവർ നൽകിയിട്ടുമില്ല. അതൊക്കെ ഇതിലേക്ക് നീങ്ങി എന്നുള്ളതാണ് സ്വാഭാവികമായി നമ്മൾ സംശയിക്കേണ്ടത്. പക്ഷേ അഷ്മി, വരും ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ നമുക്ക് തേടിയെത്തും തന്ത്രിയെ സംബന്ധിച്ച്. അത് ഏതെങ്കിലും തരത്തിൽ ചെന്നൈ അടക്കം കേന്ദ്രീകരിച്ച് തന്ത്രിയുടെ പങ്ക് വ്യക്തമാക്കുന്ന കൂടുതൽ കാര്യങ്ങളുടെ തെളിവുകളും വിവരങ്ങളുമായിരിക്കും. അങ്ങനെ ചില സൂചനകൾ SITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ തെളിവടക്കം അത് പറയേണ്ടത് ഗോവർദ്ധൻ, പോറ്റി, ഭണ്ഡാരി ട്രയോ ആയിരുന്നു ഈ ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ ഈ നടത്തിപ്പിന്റെ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതി പറയുന്നത്, SIT പറയുന്നത്, പത്മകുമാറിന് ഈ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ അതിൽ ഡെലിബറേറ്റായി അറിയാവുന്ന രീതിയിൽ ആ നടത്തിപ്പിന്, ആ ക്രൈമിന്റെ നടത്തിപ്പിനുള്ള കൃത്യമായ അറിവുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അറിവിൽ പാതയൊരുക്കി കൊടുത്തു. അതിനുശേഷം ഈ മൂവർ സംഘം തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണല്ലോ. ആ മൂവർ സംഘത്തിലേക്ക് ഒരു 4-ാമനെ ചേർക്കാൻ സമയമായെന്ന് തോന്നുന്നു ഷഫീദ്.
അശ്മി, അത് നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഈ കോൺസ്പിറസിയുടെ തുടക്കം എവിടെ നിന്നാണ്, അതിന് ആദ്യ സഹായം ചെയ്തു കൊടുത്ത എവിടെ നിന്നാണ്? കേവലം മുരാരി ബാബു, അതല്ലെങ്കിൽ ജയശ്രീ, അതിനൊക്കെ അപ്പുറത്തേക്ക് സുധീഷ് കുമാർ, ആ ഉദ്യോഗസ്ഥരുടെ പേരുകൾക്ക് അപ്പുറത്തേക്ക് ഇതിന്റെ ആദ്യ പേരുകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു കത്താണ്. ആ കത്തിൽ ഒപ്പിട്ടിരിക്കുന്നത്, ആ കത്ത് എഴുതിയിരിക്കുന്നത്, കത്തിൽ അവൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് തന്ത്രി കണ്ഠരര് രാജീവരാണ്. സ്വാഭാവികമാണ് SITക്ക് അങ്ങനെ ഒരു സംശയം തോന്നാം. ആ സംശയം തെളിയിക്കുന്ന തരത്തിലേക്ക്, സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് തെളിവുകൾ ലഭിച്ചിരിക്കാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല അടുപ്പം, കാര്യമായിട്ടുള്ള അടുപ്പം തന്ത്രിക്കുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം 2019 മുൻപ് തന്നെ ഇവർ സൗഹൃദത്തിലായിരുന്നു. മാത്രമല്ല ശബരിമലയിലേക്ക് വഴിവിട്ട നീക്കങ്ങൾക്ക്, സ്വാധീനങ്ങൾക്ക് അത് 2023 വരെ നീളുന്നു. കാരണം ഏറ്റവും ഒടുവിലാണ് ഈ നെയ്ത്തേങ്ങ വിവാദം ഉണ്ടാകുന്നത്. നെയ്ത്തേങ്ങ വിവാദം വരെ അദ്ദേഹത്തെ അനുവദിച്ചത് ആരാണ്, അതിനാരാണ് ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് തന്ത്രിയാണെന്നതിന് തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം സ്വാഭാവികമായും വരുന്നത് 2019 നടന്ന സംഭവങ്ങൾക്ക്, ആ പെരുംകൊള്ളയ്ക്ക്, ആ കൊടുംകൊള്ളയ്ക്ക് തന്ത്രിക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിൽ തന്ത്രിക്ക് പങ്കുണ്ട് എന്ന് തന്നെ തെളിയിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് സ്വർണ്ണക്കൊള്ള നടന്നത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിനടക്കം പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം നീണ്ടത് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.